അങ്ങനെ നമ്മുടെ എമ്പുരാൻ മൂവി റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഈയിടെ എമ്പുരാനെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്ത് ഒരുപാട് റിവ്യൂസ്, ഒരുപാട് കമൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ ന്യൂസ് വന്നു, എമ്പുരാൻ്റെ കുറേ സീനുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് ഇനി മുതൽ നെക്സ്റ്റ് വീക്ക് മുതൽ മൂവി തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ മൂവി കണ്ട ഒരാളാണ്. പക്ഷേ ഞാൻ ഒരു റിവ്യൂസും കാര്യങ്ങളൊന്നും കാണാതെയാണ് പോയത്. പക്ഷേ അവിടെ നിന്ന് ഇവിടെ നിന്നും കേട്ടറിവുണ്ടായിരുന്നു പടത്തിനെക്കുറിച്ചൊരു ഡീഗ്രേഡ് ചെയ്തിട്ടുള്ളൊരു സംസാരം. പക്ഷെ ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കാതെ തന്നെ ഞാൻ പോയി പടം കണ്ടു. പടം കണ്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ റിവ്യൂസുകളൊക്കെ ഒന്ന് നോക്കി. അതിൽ ഒരുപാട് പ്രമുഖ യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത് ഖുറേഷി അബ്രാം എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ഖുറേഷി അബ്രാമിന് ഡയലോഗില്ല, മാസില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു. എന്തിനാണ് ഇത്രയും ഡീഗ്രേഡ് ചെയ്ത് ഈ സിനിമയെ കൊണ്ടെത്തിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പം തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഞാൻ ഒന്നുകൂടെ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്, നാളെ ഫാമിലിയായിട്ട് കാണാൻ പോകുന്നുണ്ട്. അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിന് മുമ്പ് എനിക്ക് ഒന്നുകൂടെ കാണണമെന്ന് തോന്നി. കാരണം ഇനി OTT പ്ലാറ്റ്ഫോമിലൊക്കെ അങ്ങനെ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അപ്പം ഇതിൽ ഇപ്പോൾ ഡയറക്ടർ പൃഥ്വിരാജ് ഉദ്ദേശിച്ച കാര്യം പലർക്കും കിട്ടിയിട്ടില്ല, പലർക്കും കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരുപാട് ബാക്കി റിവ്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പടത്തിനെ ഇതിന് മാത്രം ഡീഗ്രേഡ് ചെയ്യാനൊന്നും എനിക്കതിലൊരു കാര്യങ്ങളും തോന്നിയിട്ടില്ല. അതിൽ മുരളി ഗോപിയാണ് റൈറ്റർ, പൃഥ്വിരാജാണ് ഡയറക്ടർ. അത്രയും ക്രൂ, അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരുപാട് പേരുടെ അത്രയും അധ്വാനമാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഓരോ സീനുകളും എടുക്കുന്നത്, ഓരോ ലൊക്കേഷൻ ഹണ്ട് ചെയ്ത ആൾക്കാർ, അവരൊക്കെ വേറെ ലെവലാണ്. അടിപൊളിയാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. അതായത് മേക്കിംഗ് എന്ന് പറയുന്നത് ആ മൂവിയുടെ വലിയൊരു ഭാഗമാണ്. നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് കോരിത്തരിക്കുന്ന സീനുകളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഖുറേഷി അബ്രാമിന് ഡയലോഗില്ല, സീനില്ല, അല്ലെങ്കിൽ സുഖമില്ലാത്ത ഖുറേഷി അബ്രാം എന്നൊക്കെ പറയുന്നത് ഒരു സിനിമ അതിൻ്റെ ഡയറക്ടർ ഉദ്ദേശിച്ച ആംഗിളിലാണ് ആ സിനിമ പോവുക. അല്ലാതെ ഖുറേഷി അബ്രാമിന് മാത്രം ഒരുപാട് നേരം സ്ക്രീനിൽ കാണിച്ചതുകൊണ്ട് ആ സിനിമ മുന്നോട്ട് പോകണമെന്നില്ലല്ലോ. ആ സിനിമയ്ക്ക് അതിൻ്റേതായ കഥയുണ്ട്, അതിൻ്റേതായ സ്പേസ് ഉണ്ട്. അതിൽ മഞ്ജു വാര്യറിനെ കുറിച്ച് പറയുന്ന കുറച്ച് റിവ്യൂസൊക്കെ ഞാൻ കണ്ടു. അപ്പം അവർക്ക് കൊടുത്ത ക്യാരക്ടർ, അതിൽ ഓരോ ആൾക്കാരും അവരവർക്ക് കൊടുത്ത ക്യാരക്ടർ വളരെ നീറ്റായി പെർഫെക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാസ്റ്റിംഗ് എന്ന് പറയുന്നത് പക്കയാണ്. അത്രയും ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പേരുടെ അധ്വാനമാണ് ആ സിനിമ. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരിട്ട ഓരോ എഫേർട്ടിനെയും അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ സിനിമ ഇത്രയും ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരാവശ്യവും അതിൽ കാണുന്നില്ല. എനിക്ക് ആ പടം നന്നായി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും പോയി അത് കാണാവുന്നതാണ്. അല്ലാതെ ഒരു പടത്തിനെ ഇത്രയും ഒരുപാട് അത്രയും റിവ്യൂസ്, അത്രയും ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരിടുന്ന സമയത്ത് നമ്മൾ ആ റിവ്യൂ കറക്റ്റാണെന്ന് വിചാരിക്കും. പക്ഷേ എപ്പോഴും അത് ശരിയാവണമെന്നില്ല. ചിലപ്പോൾ അവർക്കത് ഇഷ്ടമായിട്ടായിരിക്കും. കാണുന്ന ഓരോരുത്തർക്കും ആണ്, ഓരോരുത്തരുടെ കണ്ണിലുമാണ് ആ ഒരു ആസ്വാദനം വരുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് യാതൊരുവിധ നെഗറ്റീവ്സോ ഡീഗ്രേഡോ കാര്യങ്ങളോ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായില്ല, കാരണം ഒരുപാട് റിവ്യൂസ് അതിനെക്കുറിച്ച് ഇറങ്ങി എമ്പുരാൻ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട്. പക്ഷേ പൃഥ്വിരാജ് എന്ന ഫിലിം ഡയറക്ടർ ആസ് എ ആക്ടർ ഹീസ് സൂപ്പർ ആൻഡ് വെരി വെരി ബ്രില്യൻറ്റ് ഡയറക്ടറാണെന്ന് പറയാം. കാരണം ഓരോ സീനിലും ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കാണാനുണ്ട്. മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവാണ്. BGM, സോങ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. ആ പടത്തിനെ അങ്ങ് ഹൈ ലെവലിലേക്ക് എത്തിച്ച ഒരു BGM ആണ് എമ്പുരാനെ എന്ന് പറയുന്നത്. അതായത് നമ്മൾ തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഉള്ളിൽ വരുന്നൊരു ആവേശം എന്ന് പറയുന്നത് അത് അടിപൊളിയാണ്, സൂപ്പർമാണ് അത് കേൾക്കാൻ തന്നെ. സോ അങ്ങനെ VFX, അങ്ങനെ എഡിറ്റിങ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. പിന്നെ ഒരു സിനിമ ആവുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ മാത്രം എടുത്ത് അത് വലിയൊരു സംഭവമാക്കിയിട്ട് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ മാത്രമൊന്നും അതിലില്ല. പിന്നെ അത് പലർക്കും കൊണ്ടിട്ടുണ്ടാവാം. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരുപാട് തീരുമാനങ്ങളൊക്കെ വരുന്നത്. അപ്പം പടത്തിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിലെടുക്കാം. അല്ലാതെ പടം ഇറങ്ങി കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു നെഗറ്റീവ് പറയുന്ന സമയത്ത് ആ പടത്തിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് യാതൊരുവിധ കാര്യങ്ങളും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ തിയേറ്ററിലൊക്കെ ഭയങ്കര ബഹളം, വിസിലടി, കയ്യടി എന്നൊക്കെ പറയുന്നത് നമ്മളെ അങ്ങ് ഒരു
വേറെ ലെവലിൽ എത്തിച്ചൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. മലയാളത്തിൽ ഇങ്ങനൊരു പടം ഉണ്ടായത് ഇറ്റ്സ് വെരി ഗുഡ്. ആൻഡ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ അടിപൊളിയാണ്. അദ്ദേഹത്തിൻ്റെ എഫേർട്ട് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. ആൻഡ് മോഹൻലാൽ സാർ വെരി പറയാനില്ലല്ലോ ഖുറേഷി അബ്രാമിനെ കുറിച്ച്. അടിപൊളിയായിരുന്നു.